ആജരാമജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 15-ാം തീയതി, അതായത് മഹാശിവരാത്രി ദിവസം, ചില നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം നെറുകയിലെത്തുന്ന സമയമായാണ് കാണുന്നത്. അധികം ദാരിദ്ര്യം അനുഭവിച്ചു പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ചയിലെത്താനും സാമ്പത്തികമായി മുന്നേറ്റങ്ങൾ ഉണ്ടാകാനും ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ജീവിതത്തിൽ നല്ല ഒരു വഴിത്തിരിവുണ്ടാകാനും സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഫെബ്രുവരി 15-ാം തീയതി, മഹാശിവരാത്രി ദിവസം. അതുപോലെ തന്നെ ഇന്നേ ദിവസം, അതായത് ഫെബ്രുവരി 15 എന്നത് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അതായത് സമ്പത്തും സർവ അനുഗ്രഹങ്ങളും മനുഷ്യജീവിതത്തിൽ വന്നു ചേരാൻ കാരണക്കാരായ ഗ്രഹങ്ങളായ ബുധനും ശുക്രനും ഒരേ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നതിലൂടെ മുൻപ് പറഞ്ഞ നക്ഷത്രക്കാരിൽ കോടീശ്വര യോഗമാണ് ഈ ദിവസം കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ജീവിതത്തിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയധികം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ചു പോകുന്ന ചില വ്യക്തികൾ കൂടിയാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർ. അപ്രകാരത്തിൽ നോക്കുമ്പോൾ ഇതുവരെ ജീവിതത്തിൽ നിലനിന്നിരുന്ന കഷ്ടപ്പാടും ദാരിദ്ര്യവും മറന്ന് ജീവിതത്തിലെ ചില ആഗ്രഹങ്ങളെ, ചില സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനും സാമ്പത്തികമില്ലാത്ത ഒറ്റ കാരണത്താൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. അതിനുള്ള ഒരു പടി കൂടിയാണ് ഈ ഫെബ്രുവരി 15-ാം തീയതി മഹാശിവരാത്രി ദിവസം എന്നുള്ളത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി 15-ാം തീയതി ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയെപ്പറ്റിയും ലോട്ടറി ഭാഗ്യം ആകർഷിക്കുവാനായി നിങ്ങൾ അന്നേ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഫെബ്രുവരി 15-ാം തീയതി, അതായത് മഹാശിവരാത്രി ദിവസം ലോട്ടറി ഭാഗ്യം ഉച്ചിയിലെത്തി നിൽക്കുന്ന, ലോട്ടറി ഭാഗ്യം കോടീശ്വര യോഗം പോലും തെളിഞ്ഞു നിൽക്കുന്ന ആദ്യത്തെ നക്ഷത്രക്കാരാണ് മകയിരം നക്ഷത്രക്കാർ. ഈ മകയിരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കടബാധ്യതകൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഒന്നും പരിഹാരം കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രം മതിയായിരുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടി ഇനി ജീവിക്കേണ്ട എന്നുവരെ ചിന്തിച്ചു പോകുന്ന ചില ആളുകളും ഈ നക്ഷത്രം, ഇപ്പോൾ പറഞ്ഞ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ധനനേട്ടമാണ് ഈ മഹാശിവരാത്രി ദിവസം വരാൻ പോകുന്നത്. ഇനി ഏറ്റവും അധികം ഭാഗ്യത്തെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം ആകർഷിക്കുവാനായി മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഈ ഫെബ്രുവരി 15-ാം തീയതി വെള്ള അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം ശുഭകരമാണ്. ഒപ്പം തന്നെ ഭഗവാന്റെ കടാക്ഷം കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായി ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്ത് വെള്ളപുഷ്പങ്ങൾ അർപ്പിക്കുന്നതും ശുഭകരമാണ്. ഒപ്പം തന്നെ അന്നേ ദിവസം ഓം നമഃശിവായ എന്നത് 108 തവണ ഉരുവിടുന്നതും അത്യുത്തമമാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് ഈശ്വര കടാക്ഷം അളവിൽ കവിഞ്ഞ് എത്തുകയും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ തന്നെ കൂടുതലായി 5, 14 തുടങ്ങിയ സംഖ്യകളാണ് ഈ മഹാശിവരാത്രി ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് മകയിരം നക്ഷത്രക്കാരുടെ ലക്കി സംഖ്യയായി നിലനിൽക്കുന്നത്. അപ്പോൾ മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ ഈ ഒരു ദിവസം ധനനേട്ടത്തിൻ്റേതാണ്. അപ്പോൾ അടുത്തതായി ഈ ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച മഹാശിവരാത്രി ദിവസം കടബാധ്യതകളിൽ നിന്നെല്ലാം മുക്തി നേടി വലിയ സാമ്പത്തിക ഉയർച്ചയിൽ എത്തി നിൽക്കുന്ന, അങ്ങനെ വരാൻ പോകുന്ന രണ്ടാമത്തെ നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികളിൽ, പൂയം നക്ഷത്രക്കാരായ വ്യക്തികളിൽ ജീവിതത്തിൽ കണ്ണുനീർ തോർന്നിട്ട് ഒരു സമയമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പലതരത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഉപരിയായി സാമ്പത്തികമായി വളരെ തകർന്ന ഒരു അവസ്ഥയിലാണ് ചില വ്യക്തികൾ ഉള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ചില പൂയം നക്ഷത്രക്കാരായ വ്യക്തികളുടെ
ജീവിതം തന്നെ മാറിമറിയുന്ന ഒരു ദിവസമായിരിക്കും ഫെബ്രുവരി 15 ഞായറാഴ്ച എന്ന മഹാശിവരാത്രി ദിനം. അതായത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ലോട്ടറി സൗഭാഗ്യം നിങ്ങളെ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് സമ്പന്നതയിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം തന്നെ മഹാശിവരാത്രി ദിവസം കൂടുതൽ ഭാഗ്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനായി പൂയം നക്ഷത്രക്കാർ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ശുഭകരമാണ്. മാത്രവുമല്ല, ഭാഗ്യത്തിനുള്ള അതേ സ്ഥാനം തന്നെ ഈശ്വര കടാക്ഷത്തിനും നിങ്ങൾ നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം പൂയം നക്ഷത്രക്കാർ ഭഗവാന്റെ മുന്നിൽ ചന്ദനം സമർപ്പിച്ച് ദീപം തെളിയിക്കുന്നത് വളരെ ശുഭകരമായി കാണപ്പെടുന്നു. അതുപോലെ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യ സംഖ്യകളായി നിൽക്കുന്നത് 3, 12 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ സംഖ്യകൾ ഉൾപ്പെട്ടിട്ടുള്ള ലോട്ടറികൾ വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും പൂയം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വിജയസാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയോ പൂയം നക്ഷത്രക്കാരെ തേടി ഭാഗ്യം വരുവാൻ ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനി ഈ ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച മഹാശിവരാത്രി ദിവസം കോടീശ്വര യോഗം വരെ തെളിഞ്ഞു കാണുന്ന നക്ഷത്രക്കാർ, അതായത് 3ാമത്തെ നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാർ ചിലരെങ്കിലും ജീവിതത്തിൽ മുൻപ് ഒരുപാട് സുഖ സൗകര്യങ്ങളോടും സാമ്പത്തികമായും ജീവിച്ചു പോരുന്നവരായിരുന്നെങ്കിൽ കൂടിയും പിന്നീട് എപ്പോഴോ നിങ്ങൾക്ക് അതെല്ലാം നഷ്ടമായിട്ടിരിക്കും. മറ്റു ചിലർക്കാണെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തതിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്നും അനാവശ്യമായി കുറച്ചധികം പണം നഷ്ടപ്പെടുകയും അത് കഴിഞ്ഞ് അതിൻ്റെയെല്ലാം വിപരീത ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നിൽക്കുകള്ളിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മഹാശിവരാത്രി ദിവസമായ ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച ലോട്ടറി ഭാഗ്യം തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭാഗ്യം മഹാശിവരാത്രി ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഭാഗ്യമുള്ളപ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതായി കണക്കാക്കുന്നു. ഒപ്പം തന്നെ നെയ്ദീപം തെളിയിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യസംഖ്യകളായ 7, 16 എന്നിങ്ങനെയുള്ള സംഖ്യകൾക്ക് പ്രാധാന്യം നൽകുന്നതും നിങ്ങളിലേക്ക് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകമാകും. ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സംഖ്യകളിലുള്ള ഏതെങ്കിലും ചില വ്യക്തികൾക്ക്, ആ ലോട്ടറി കൈവശം വെച്ചിട്ടുള്ള ചില വ്യക്തികൾക്കായിരിക്കും ലോട്ടറി ഭാഗ്യം കൂടുതലായി തെളിഞ്ഞു കാണുന്നത്. ഇനി ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച മഹാശിവരാത്രി ദിവസം ലോട്ടറി ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന 4ാമത്തെ നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാർ. അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം പേരുകൾക്ക്, അതായത് കുറഞ്ഞ അളവിലുള്ള ചില ആളുകൾക്ക് മാത്രമാണ് ഇത്രയും ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിനുള്ളിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അപ്രതീക്ഷിത ധനനേട്ടങ്ങളിലും അതുപോലെ ഭാഗ്യങ്ങളിലുമുള്ള വിശ്വാസം വരെ നിലച്ചു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ മഹാദേവൻ്റെ കടാക്ഷം നിങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ദിവസം വളരെയധികം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിരുന്ന ചില അത്തം നക്ഷത്രക്കാരുടെ ജീവിതം രാജതുല്യമാകാൻ പോവുകയാണ്. അപ്പോൾ മഹാദേവൻ്റെ കടാക്ഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്രയധികം സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്ന നിങ്ങളുടെ ഭാഗ്യത്തെയും പോസിറ്റിവിറ്റിയെയും ബലപ്പെടുത്തുവാനായി അത്തം നക്ഷത്രക്കാർ മഹാശിവരാത്രി ദിവസം വെള്ള അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം ശുഭകരമായി കാണപ്പെടുന്നു. ഒപ്പം തന്നെ ധ്യാനത്തോടെ ഒരു വിശ്വാസത്തോടു കൂടി ശിവക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തി അവിടെയുള്ള ഒരു വ്യക്തിക്ക് ദാനം നൽകുന്നതും അത്യുത്തമമായ ഒരു കാര്യം തന്നെയാണ്. ഇനി അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 1, 10 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അപ്പോൾ ഈ സംഖ്യകളുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യം വന്നു ചേർന്നേക്കാം. എങ്ങനെ നോക്കിയാലും ഏതൊക്കെയോ അത്തം നക്ഷത്രക്കാരെ നോക്കിയിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഇനി 5ാമതായി
മഹാശിവരാത്രി ദിവസമായ ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച മഹാഭാഗ്യം സിദ്ധിക്കുന്ന, അതായത് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാർ 5-ാമത്തെ നക്ഷത്രക്കാരാണ് ചോതി നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചോതി നക്ഷത്രക്കാരായ വ്യക്തികളിൽ സാമ്പത്തിക പ്രതിസന്ധി ഒഴിച്ചാൽ അത്ര കാഠിന്യമുള്ള വേറെ പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. എത്രയൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ജീവിതത്തിലെ ചില സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നതിനായി കഠിന പ്രയത്നം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ. അത്തരത്തിലുള്ള ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നുചേരാൻ പോകുന്നത്. അപ്പോൾ ഈ മഹാശിവരാത്രി ദിവസം ചോതി നക്ഷത്രക്കാർ വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓം നമഃശിവായ എന്നത് 27 തവണ ഉരുവിട്ടതിന് ശേഷം കർപ്പൂരാരതി നടത്തുന്നതിലൂടെ നിങ്ങളിലെ അക്ഷരകടാക്ഷം വർദ്ധിക്കുകയും ഭാഗ്യം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഈ 5 നക്ഷത്രക്കാർ.